ഉണ്ടായിരുന്നു എങ്കിൽ അതൊരു 2000 ആവുമ്പോഴത്തേനും ഒരു 32 മില്യണോളം ആയി വളരുകയും അതൊരു 2010 ഒരു 61.3 മില്യൺ ആൾക്കാരെയും കൂടെ ബാധിച്ചിട്ടുണ്ട്. സോ ഇനി 2030 ഒരു 100 മില്യൺ ആളുകളിലോട്ട് ഡയബറ്റിസ് വ്യാപിപ്പിക്കുന്നതാണ് കണക്കുകൾ പറയുന്നത്. നമുക്കറിയാം ഡയബറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഒരാൾക്ക് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാന സിംറ്റം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാധാരണയായിട്ട് ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോൾ ഉണ്ടാവും വിശപ്പ് കൂടുക അല്ലെങ്കിൽ ദാഹം ഉണ്ടാവുക, അമിതമായിട്ട് മൂത്രത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പൊ ഡയബറ്റീസിനെ തരംതിരിക്കുകയാണെങ്കിൽ 4 രീതിയിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ടൈപ്പ് 1 അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലൊക്കെ കാണപ്പെടുന്നു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത്, പാൻക്രിയാസിന് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഡയബറ്റീസ്. പിന്നെ അത് ടൈപ്പ് 2 ആകുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതിർന്ന ആളുകളിലാണ് കണ്ടുവരുന്നത്. വെക്കുന്ന ഇൻസുലിന് ആവശ്യത്തിന് തികയാതെ വരികയോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കാതെ വരികയോ ഉണ്ടാവുന്നത് മൂലവും അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും കാരണമൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ടാവുന്നത്. മൂന്നാമതായി ഇത് ഗർഭാവസ്ഥയിൽ മാത്രം കണ്ടുവരുന്ന ഡയബറ്റിസ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണുകളുടെ ആക്ഷൻ മൂലം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻസുലിനെ കാര്യമായി പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാവുന്ന ഒരു ഡയബറ്റിസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ നമ്മളുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്നതായിട്ടുള്ള പാൻക്രിയാസ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് പോലെയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാര്യമായി ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡയബറ്റിസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഡയബറ്റിസിനെ തരംതിരിക്കുകയാണ് കാണപ്പെടുന്നത്. നോർമലി നമ്മൾ അതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മളൊരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ 100-ന് മുകളിലാണെങ്കിൽ നമുക്ക് അതിനെ ഡയബറ്റിസ് എന്ന് പറയാം. അത് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 200-ന് മുകളിലാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 7 എബവ് ആണ് എന്നുണ്ടെങ്കിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഡയബറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ ഡയബറ്റിസ് എന്നുള്ള ഈ ഒരു അവസ്ഥേനെ നമ്മൾ മാനേജ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ഒരിക്കലും മെഡിസിൻ മാത്രം എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഡയബറ്റിസ് കാര്യമായ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആക്ഷൻ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കാര്യമായ ഭക്ഷണ രീതിയും അതോടൊപ്പം തന്നെ ശരിയായ വ്യായാമ രീതിയും അതോടൊപ്പം മെഡിസിൻസും ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടതുണ്ട്. മെഡിസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ടാബ്ലറ്റ്സ് ആയോ അല്ലെങ്കിൽ ഇൻസുലിൻസ് ആയോ അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ നമ്മൾ അല്ലാത്ത രീതിയിലുള്ള മാനേജ്മെന്റ് പ്രധാനമായിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്. ശരിയായ ഭക്ഷണ രീതി അതോടൊപ്പം ശരിയായ വ്യായാമം പ്ലസ് എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് വരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോ പലരും ഇപ്പോ പൊതുവേ ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലും കണ്ടുവരുന്ന ഒരു സാധനമാണ് ഡയബറ്റസിന് അത് പറ്റുമോ അല്ലെങ്കിൽ ഡയബറ്റസിന് ഇന്ന ഭക്ഷണമാണ് നല്ലത്, ഇന്നത് പാടില്ല, ഇന്നത് പാടുണ്ടോ. പക്ഷെ എല്ലാ ഭക്ഷണം ശരിക്കും നമ്മളൊരു ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ പ്രത്യേക ഭക്ഷണം ഡയബറ്റിസിന് എന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകമായിട്ടൊരു ഡയബറ്റിസ് ഉള്ള ഒരാൾക്കാർക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും ഒരു ഭക്ഷണം ഓക്കെ. അപ്പോ നമ്മളൊരു ഭക്ഷണം ഡയബറ്റിക് ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പല രീതിയിലുള്ള ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കണം. അതേപോലെ തന്നെ ഗ്ലൈസിമിക് ലോഡ് കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കണം. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കണം. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതേപോലെ തന്നെ അളവ് കഴിക്കുന്നു, ഏത് രീതിയിൽ കഴിക്കുന്നു, എപ്പോ കഴിക്കുന്നു എന്നുള്ളതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഹലോ, ഓക്കെ.
ദെൻ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സും എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഭക്ഷണത്തെ ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ നിയന്ത്രിച്ചാലാണ് ശരിയായി നമുക്ക് ഡയബറ്റീസിനെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. നമ്മളിൽ പലർക്കും സുപരിചിതമായിരിക്കും. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര സമയം എടുത്തിട്ടാണ് അതിലുള്ള ഷുഗർ നമ്മളുടെ രക്തത്തിലോട്ട് വരുന്നു എന്നുള്ളതിനെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നുള്ള ഈ ഒരു ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു ഗ്ലൂക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അത് എത്രത്തോളം നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസിനെ ഉയർത്തും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു 100 സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് മറ്റ് ധാന്യങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ളതൊക്കെ ഏകദേശം എത്രത്തോളം ആ ഒരു ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നുള്ള സ്കെയിലിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. സാധാരണ 70-നും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നും 56 മുതൽ 69 വരെയുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് റേഞ്ചിലുള്ളത് മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നും 55-ലും താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ് എന്നും പറയും. ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡിൽ പെടുന്നതാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും അതേപോലെ തന്നെ ഹോൾ cereals ഒക്കെ അല്ലെങ്കിൽ മുഴുധാന്യങ്ങളൊക്കെ. നേരെ മറിച്ച് നമ്മളൊരു ഗ്ലൈസമിക് ഇൻഡെക്സ്, ഒരു മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഭക്ഷണം ഒന്നുകൂടെ പ്രോസസ്ഡ്, ഇപ്പൊ ഒരു ഫ്രൂട്ട് ജ്യൂസുകൾ, അതേപോലെ തന്നെ അരി, ഗോതമ്പ്, പല രീതിയിലുള്ള പാസ്ത അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒന്നുകൂടെ ഉയരും. പിന്നെ നമ്മളൊരു ഗ്ലൈസമിക് ഇൻഡെക്സ് ഉയർന്ന രീതിയിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പാക്ഡ് ആയിട്ട് വരുന്ന, പ്രോസസ്ഡ് ആയിട്ട് വരുന്ന മധുരങ്ങൾ ആഡ് ചെയ്ത ഭക്ഷണങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണത്തിൽ പെടുന്നത്. നോർമലി ഒരു ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഗ്രെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫുഡിന്റെ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ്. ആ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണെങ്കിൽ കൂടി അതിന് പല പല ആ ഗ്ലൈസമിക് ഇൻഡെക്സിനെ പല പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് സ്റ്റാർച്ച് ആണ്. ഏത് രീതിയിലുള്ള സ്റ്റാർച്ച് ആണ് ആ ഒരു ഫുഡിലുള്ളത് എന്നുള്ളതിനനുസരിച്ചിട്ട്. ഇപ്പോ അമൈലോസ് കണ്ടന്റ് അടങ്ങിയിട്ട് ഉള്ള അമൈലോസ് കണ്ടന്റ് ആണ് ആ ഒരു സ്റ്റാർച്ചിൽ കൂടുതലുള്ള എന്നുണ്ടെങ്കിൽ അതിന് കമ്പാരിറ്റീവ്ലി ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുള്ളൂ. അമൈലോപെക്റ്റിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെക്കാളും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിരിക്കും. അമൈലോസ് കണ്ടന്റ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പൾസസ് അല്ലെങ്കിൽ കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് അമൈലോസ് കണ്ടന്റ്സ് ആണുള്ളത്. നേരെ മറിച്ച് സ്റ്റാർച്ച് ട്യൂബേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമൈലോപെക്റ്റിൻ കണ്ടന്റ്സ് ആണ്. സോ അമൈലോസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കും, കിഴങ്ങ് വർഗ്ഗങ്ങളെക്കാട്ടിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. രണ്ടാമത്തത് ഫിസിക്കൽ എൻവറോൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ധാന്യത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള ഒരു കവറാണ് നമ്മളുടെ അതിന്റെ ബ്രാൻ എന്ന് പറയുന്നത്. മുഴുധാന്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴത്തേനും ആ മുഴുധാന്യങ്ങളിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ബ്രാൻ ഒരു എൻസൈമാറ്റിക് ഡൈജസ്റ്റിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യുകയും മെല്ലെയാണ് നമ്മളുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടത്തുള്ളൂ. സോ സോറി, ഷുഗർ ലെവൽ കൂടത്തുള്ളൂ. എപ്പോഴും നമ്മൾ മുഴുധാന്യങ്ങൾ എടുക്കുന്നത് പോലും ആ ഒരു ഷുഗറിന്റെ ആ ഒരു റൈസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തേതായിട്ട് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് ഫൈബർ ആണ്. അതായത് സോലിബിൾ ഫൈബേഴ്സ് കൂടുതലുള്ള ഭക്ഷണമാണെങ്കിൽ അത് നോൺ സോലിബിൾ ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണത്തെക്കാട്ടി കമ്പാരിറ്റീവ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഷുഗറിനെ ഉയർത്താനുള്ള കഴിവ് കുറവായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൽ നന്നായിട്ട് സോലിബിൾ ഫൈബേഴ്സ് ആണുള്ളത്. അപ്പോൾ വീറ്റ് പോലെയുള്ള ഭക്ഷണങ്ങളെക്കാട്ടി കമ്പാരിറ്റീവ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവ് സോലിബിൾ ഫൈബേഴ്സ് ഉള്ള ഭക്ഷണത്തോടാണ്. അതേപോലെ തന്നെയാണ് ആ ഒരു ഭക്ഷണത്തിൽ ഏത് രീതിയിലുള്ള ഷുഗർ ആണുള്ളത് എന്നുള്ളത്. ഇപ്പൊ സുക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ആണോ സുക്രോസ് ആണോ, അതായത് നമ്മൾ ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്ന സിമ്പിൾ ഷുഗേഴ്സ് ഏതാണോ അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സിനനുസരിച്ചിട്ടും ആ ഒരു ടോട്ടൽ ഫുഡിന് ഷുഗറിനെ ഉയർത്താനുള്ള കഴിവുകൾ വ്യത്യാസം വരും. ഒരു എക്സാമ്പിൾ പറയും, സുക്രോസിൽ സുക്രോസ് എന്ന് പറഞ്ഞ ഷുഗർ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിൽ ഒരു 100 എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളത്. ഫ്രക്ടോസിനാണെങ്കിൽ 19 എന്നുള്ള രീതിയിൽ. സോ മൊത്തത്തിൽ സൂക്രോസ് ഡൈജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേനും സൂക്രോസിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 60 എന്നുള്ള റേഞ്ചിലാണ്. നേരെ മറിച്ച് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാൾട്ടോസ് ഒക്കെ ആണെങ്കിൽ ഗ്ലൂക്കോസും ഒക്കെ ആണുള്ളത്. സോ അതിന് 100-നേക്കാളും മുകളിലുള്ള ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നുള്ള രീതിയിലോട്ട് വരും.
പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് സിസ്റ്റംസ് ആണ്. എപ്പോഴും അൾട്രാ പ്രോസസ്ഡ് ആയിട്ട് വരുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഹൈ ഫാറ്റ് ഉള്ളതും അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കുറവുള്ളതായിരിക്കും. അങ്ങനെയുള്ളതും ഈ പറഞ്ഞ രീതിയിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങളാണ്. നാച്ചുറലി പല രീതിയിൽ നമുക്ക് ഉള്ള ഭക്ഷണത്തിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കുക, അതേപോലെ തന്നെ പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കും. ആ ഒരു ഭക്ഷണത്തിന് സ്റ്റമക്ക് എംപ്റ്റിയിങ് പ്രോസസ്സിന് കുറച്ചും കൂടെ സ്ലോ ആവും, അല്ലെങ്കിൽ ദഹിക്കാൻ എടുക്കുന്ന സമയം ഒരുപാട് ദൈർഘ്യമേറുകയും അതുമൂലം ഗ്ലൈസെമിക് ഇൻഡെക്സിനെ നമുക്ക് കുറയ്ക്കാനും പറ്റും. പിന്നീട് വരുന്നത് കുക്കിംഗ് പ്രോസസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഓവർ കുക്ക്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വെന്ത രീതിയിൽ ഓരോ ഭക്ഷണങ്ങൾ എടുക്കുമ്പോഴും അതിന് ദഹിക്കാൻ എടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരികയും ഇതുമൂലം ആ ഭക്ഷണത്തിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെയുള്ള വേറൊരു സാധനമാണ് ആസിഡിറ്റി, അല്ലെങ്കിൽ ആസിഡ് നമ്മളുടെ ഭക്ഷണമായിട്ട് കമ്പൈൻ ചെയ്യും. അത് ഡൈജഷനെ കുറച്ചും കൂടെ ഡിലേ ആക്കും. സോ ഒരു ഭക്ഷണത്തിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സിനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡിൽ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ അസിഡിക് ആയിട്ട് സിട്രിക് ആസിഡോ ചേർത്ത് കഴിക്കുകയാണ് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ആ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ്, അതായത് ഒരു ഭക്ഷണത്തിലുള്ള ആ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ അല്ലെങ്കിൽ അതിലുള്ള അന്നജത്തിന്റെ ക്വാളിറ്റി ആണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്ലൈസെമിക് ലോഡ് എന്നുള്ളത്. അതായത് എത്രത്തോളം ഷുഗർ അതിലുണ്ട് എന്നുള്ളതിനെയാണ് നമ്മളുടെ ഗ്ലൈസെമിക് ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്ലൈസെമിക് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് അതിൽ എത്രത്തോളം ഷുഗറും ഉണ്ട് അല്ലെങ്കിൽ എത്ര അളവിൽ ഷുഗർ ഉണ്ട് എന്നുള്ളതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഗ്ലൈസെമിക് ലോഡ് 10 താഴെയാണ് എന്നുണ്ടെങ്കിൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് പറയും. 11 to 19 എന്നുള്ള രീതിയിലാണ് മീഡിയം ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയും. അതേപോലെ തന്നെ 20-ലും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഹയർ ഗ്ലൈസെമിക് ലോഡ് എന്ന് പറയും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈസെമിക് ലോഡ് ഉദ്ദേശിച്ചിട്ട് ഇവൻ നമുക്ക് കൂടിയ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു അളവിൽ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റിനെ നിയന്ത്രിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു വൈറ്റ് ബ്രെഡ് ഗ്ലൈസെമിക് ഇൻഡെക്സ് വരുന്നത് ഒരു 70 അല്ലെങ്കിൽ ഉയർന്ന ഗ്ലൈസെമിക് ഇൻഡെക്സിലുള്ള ഒരു ഫുഡാണ്. ആ ഒരു ഫുഡ് നമ്മൾ ഒരു സെർവിങ് അല്ലെങ്കിൽ ഒരു സ്ലൈസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്ലൈസെമിക് ലോഡ് എന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഷുഗർ കണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10.5 ഗ്ലൈസെമിക് ലോഡ് എന്നുള്ള രീതിയിലാണ്. ഈ 10.5 ഗ്ലൈസെമിക് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ആണ്. സോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് ഉള്ള പേഷ്യന്റിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവാണ്. നേരെ മറിച്ച് അയാൾ ആ ഒരു വൈറ്റ് ബ്രെഡ് ഒരു സ്ലൈസിന് പകരം 2 സ്ലൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്ലൈസെമിക് ലോഡ് നോക്കുമ്പോഴത്തേനും 21 എന്നുള്ള രീതിയിലോട്ടാവും. സോ അതൊരു മീഡിയം ഗ്ലൈസെമിക് ലോഡ് എന്നുള്ള രീതിയിലാവുകയും 3 കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്ലൈസെമിക് ലോഡ് എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഗ്ലൈസെമിക് ഇൻഡെക്സ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരാൾക്ക് ഇന്ന ഭക്ഷണം സേഫ് ആണ് അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കാം എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണമാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിലാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് സേഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇപ്പൊ നമുക്കൊക്കെ തോന്നുന്നുണ്ടാവും എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ എന്താണ് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നൊക്കെ ഉള്ളത്. നമ്മളുടെയൊക്കെ ഒപികളിൽ പല ആൾക്കാരും ഡെയിലി വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാങ്ങ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാൻ പറ്റുമോ, ഞങ്ങൾ ചക്ക കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ആ വീഡിയോയിൽ ചക്ക കഴിക്കുന്നത് ഡയബറ്റിക്കിന് ഫ്രണ്ട്ലി ആണെന്ന് കണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ ഉള്ളിലായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ആയിക്കോട്ടെ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൈസെമിക് ലോഡ് ഒക്കെ വെച്ച് നമ്മൾ ഒരാളോട് ആൻസർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഭക്ഷണം മാത്രം വെച്ചിട്ട് കഴിക്കാൻ പറ്റും ഇല്ലയോ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്ത് ഭക്ഷണം ആയിക്കോട്ടെ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് എത്രത്തോളം ഷുഗർ നമ്മളുടെ രക്തത്തിലോട്ട് വരും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനുള്ള ഉത്തരം നമുക്ക് നമ്മൾ സാധാരണയായിട്ട് എന്ത് കഴിക്കുന്നു എന്നതിനെക്കാട്ടിലും കൂടുതൽ
ഏതൊക്കെ രീതിയിൽ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഏറ്റവും ബേസിക്കലായിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ഭക്ഷണം അത് രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്കായിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, ആ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിനെ പറയുവാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റിന്റെ അര പ്ലേറ്റ് എങ്കിലും നമ്മൾ വെജിറ്റബിൾസ് എന്നുള്ള രീതിയിലും ആ പ്ലേറ്റിന്റെ നാലിൽ ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ്സ് വരുന്ന രീതിയിൽ അതേപോലെ നാലിൽ ഒരു ഭാഗം പ്രോട്ടീൻ വരുന്ന രീതിയിലുമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഓരോ ഭക്ഷണങ്ങൾ എത്രത്തോളം വരാം, ഏതൊക്കെ രീതിയിൽ വരാം, എന്തൊക്കെയാണ് അതിൽ നല്ലത് ചീത്ത എന്നുള്ള കാര്യങ്ങളിലോട്ട് കിടക്കും. നോർമലി ഫസ്റ്റ് വരുന്നത് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിന്റെ ഹാഫ് പോർഷൻ പച്ചക്കറികൾ എന്നുള്ള രീതിയിലാണ്. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് വരേണ്ടത് നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ അന്നജം ഇല്ലാത്ത രീതിയിലുള്ള പച്ചക്കറികളാണ്. അന്നജം ഉള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കൂർക്ക, മധുരക്കിഴങ്ങ്, ഇതേപോലെ നേന്ത്രക്കായ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിലാണ് കൂടുതൽ അന്നജം ഉള്ളത്. സോ അതിനെ നമ്മൾ ഒരിക്കലും വെജിറ്റബിൾ എന്ന രീതിയിൽ ആ, പച്ചക്കറി എന്നുള്ള രീതിന് പകരം അതിനെ നമ്മൾ അന്നജം ഉള്ള ഭക്ഷണമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഇപ്പൊ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെർവിങ് സൈസ് പറയുവാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഏകദേശം അര കപ്പ് വേവിച്ച പച്ചക്കറികളിൽ ഉണ്ടാവുക. 5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് അര കപ്പ് പച്ചക്കറികളും അതേപോലെ തന്നെ ഒരു കപ്പ് വേവിച്ച ഇലക്കറികളിലാണ് സെയിം ആണ്. അല്ലെങ്കിൽ 2 കപ്പ് വേവിക്കാത്ത രീതിയിലുള്ള ഇലക്കറികൾ എന്നുള്ള രീതിയിലാണ് നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള പച്ചക്കറികളുടെ സെർവിങ് സൈസ് വരുന്നത്. അപ്പോ ഇതിൽ നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും കഴിക്കാം. മണ്ണിന് മുകളിൽ ഉണ്ടാകുന്ന ഇപ്പൊ വെള്ളരി, കുമ്പളം അല്ലെങ്കിൽ ഇലക്കറികള്, ചീര, ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്താണ് അതിൽ ഏത് പച്ചക്കറികൾ എടുക്കുമ്പോഴും മാക്സിമം എണ്ണയിൽ വറുത്ത് പൊരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ തേങ്ങ അധികം ചേർക്കാത്ത ഒരുപാട് ഓയിലി ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ആ പച്ചക്കറികൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മിതമായ രീതിയിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ അവിയലൊക്കെ പോലത്തെ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഒരു കഷ്ണം പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ നേന്ത്രക്കായ പോലെയുള്ളതൊന്നും വരുന്നോണ്ട് കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിന്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് വരുന്നത്. ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ പറയുന്നതിനെക്കാട്ടിലും എളുപ്പം കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ പറയുന്നതാണ്. ഇപ്പോ കൂടുതലായിട്ട് ഇപ്പൊ ബ്രെഡ്, സിറിയൽസ്, അതേപോലെ ധാന്യങ്ങള്, കടല, പയറ്, പരിപ്പ്, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങള്, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങള്, പാലിന്റെ ഉൽപ്പന്നങ്ങൾ, ഇതിലൊക്കെ ഷുഗർ ഉള്ള ഭക്ഷണങ്ങളാണ്. ഈ എല്ലാ ഭക്ഷണങ്ങളും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 1/4 അല്ലെങ്കിൽ കാൽഭാഗം എന്നുള്ള രീതിക്ക് കാർബോഹൈഡ്രേറ്റിനെ നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഷുഗർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങളുടെ സെർവിങ് സൈസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ധാന്യങ്ങൾ അല്ലെങ്കിൽ സിറിയൽസ് എന്ന് പറയും. നമ്മളിപ്പോ അരി, ഗോതമ്പ്, രാഗി അല്ലെങ്കിൽ മില്ലറ്റ്സ്, ഗ്രെയിൻ, കടല, പയറ്, പരിപ്പ്, ഇതിലൊക്കെയും ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ കടല, പയറ്, പരിപ്പ് പോലെയുള്ള ഭക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വേവിക്കാത്തത് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വേവിച്ചത് എന്നുള്ളതാണ് ഒരു 15 ഗ്രാം കാർബോഹൈഡ്രേറ്റിന് സിമിലർ ആയിട്ടുള്ളത്. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണത്തിൽ നമുക്ക് നോർമലി രാവിലെയാണ്, ഇപ്പൊ ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും നമ്മൾ ഈ കഴിക്കുന്ന ടോട്ടൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡയബറ്റിക് പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോ രാവിലെ നമ്മൾ സിറിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഡലി, ദോശ, അപ്പൊക്കെ ആണെങ്കിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ ഒരു സെർവിങ് എന്ന് പറയുക. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ 2 ഇഡലി, 2 ദോശ, 2 അപ്പം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു പുട്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്നജം അടങ്ങിയ പച്ചക്കറികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടേറ്റോ അല്ലെങ്കിൽ ഏകദേശം ഒരു 100 ഗ്രാമുള്ള ഒരു പൊട്ടേറ്റോ അല്ലെങ്കിൽ അരക്കപ്പ് വേവിച്ച പൊട്ടേറ്റോയിലാണ് ഈ പറഞ്ഞ 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത്. പിന്നെ നമ്മളിപ്പോ അരി, ഗോതമ്പ്, റാഗിന്റെ ഒക്കെ കുക്ക് ചെയ്യാത്ത ഗ്രാം എടുക്കുമ്പോൾ ഒരു 20 ഗ്രാം ധാന്യങ്ങളിലാണ് ഏകദേശം 15 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒരു സെർവിങ് സൈസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് അരി, ഗോതമ്പ്, റാഗി പോലത്തെ ഭക്ഷണങ്ങൾ വരാൻ പാടില്ല. ഒരു നേരത്തെ ഭക്ഷണങ്ങളിൽ മാക്സിമം 2 3 സെർവിങ് എന്നുള്ള രീതിയിലാണ് കാർബോഹൈഡ്രേറ്റ്സ് വരാൻ പാടുള്ളൂ. സോ മാക്സിമം കൂടുതലായിട്ട് നമ്മൾ അരിയോ ഗോതമ്പോ ഒക്കെ എടുക്കും കൂടെ സ്റ്റാർച്ചി അല്ലാത്ത പച്ചക്കറികൾ അല്ലെങ്കിൽ അന്നജം അധികം ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ. അതായത്
ഇപ്പൊ അരി, ഗോതമ്പ്, റാഗി പോലത്തെ ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ മുഴുധാന്യം എന്നുള്ള രീതിയിൽ എടുക്കാനും, അതേപോലെ തന്നെ അതിന്റെ കൂടെ കറികളായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ നാരുകൾ കൂടുതലുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള ഇപ്പൊ നമ്മള് മൈദ, അതേപോലെ തന്നെ പഞ്ചസാര, ഡയറക്റ്റ് ആയിട്ടുള്ള റെഗുലർ പഞ്ചസാര, സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇപ്പൊ സിറിയൽസ്, ഇപ്പൊ നമ്മൾ ധാന്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് സ്റ്റാർച്ചി അല്ലാത്ത ഉരുളക്കിഴങ്ങ്, കിഴങ്ങുകൾ പോലെയുള്ള പച്ചക്കറികൾ കറികളായിട്ട് എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കി. അതേപോലെ തന്നെ ഇപ്പൊ ധാന്യങ്ങളൊക്കെ കഞ്ഞി, കുറുക്ക് എന്നുള്ള രീതിയിൽ എടുക്കുന്നത് മാക്സിമം നമ്മളുടെ ഷുഗർ കൂടാൻ കാരണമാവും. ഈ പൊരിച്ചെടുക്കുന്ന രീതിയിൽ ഇപ്പൊ പൊറോട്ടോ അല്ലെങ്കിൽ പൂരി പോലെയുള്ള പ്രിപ്പറേഷൻസ് മാക്സിമം നമ്മൾ ഷുഗർ കൂട്ടുന്ന രീതിയിലുള്ളതാണ്. സോ അങ്ങനെയുള്ളതും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോ കാർബോഹൈഡ്രേറ്റ്സ്, ഫ്രൂട്ട് കണ്ടന്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന ഫ്രൂട്ട് സേഫ് ആണോ, അല്ലെങ്കിൽ ചക്ക കഴിക്കാവോ, മാങ്ങ കഴിക്കാവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഫ്രൂട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സെർവിങ് എന്നുള്ള രീതിക്കാണ്. ആ സെർവിങ് സൈസ് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു ചെറിയ വലുപ്പത്തിലുള്ള ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ആപ്പിളോ, ഒരു പകുതി പഴമോ, അല്ലെങ്കിൽ ചെറിയ ഒരു പഴമോ, അല്ലെങ്കിൽ ഒരു അരക്കപ്പ് ക്രാൻഡ് ആയിട്ടുള്ള ജ്യൂസ് ഒക്കെയാണ് ഏകദേശം നമ്മൾ ഒരു സെർവിങ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ട്സിൽ കൂടുതലായിട്ടും ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും റൈപ്പനിങ്ങിന്റെ സമയത്തും അതിനേക്കാളൊക്കെ ഉപരി അതിൽ ഫ്രക്ടോസ് കണ്ടന്റ് ആണ് കൂടുതലായിട്ട്. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് ദഹന പ്രക്രിയന്റെ ഇടയിൽ ലിവറിൽ എത്തുന്ന ഫ്രക്ടോസിനെ നമുക്ക് ഷുഗർ ആയിട്ട് മാറ്റാൻ കഴിയും. ഇതുമൂലം നമ്മളുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് കൂടുകയും ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എങ്ങനെ കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലുള്ള ഷുഗറിനെ നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസിൽ, രക്തത്തിൽ പഞ്ചസാരയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ അളവ് കുറച്ചിട്ട് എന്നുള്ള രീതിയിൽ കഴിക്കും. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പഴുക്കാത്ത രീതിയിൽ എടുക്കുന്നത് വളരെ അധികം നമ്മളെ ഷുഗറിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ എപ്പോഴും അളവ് നിയന്ത്രിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ ഇപ്പൊ ഒരു സെർവിങ് തന്നെ ഒരുമിച്ച് കഴിക്കാതെ Okay, ma'am. മുറിച്ച് ഇപ്പൊ ഒരു ആപ്പിൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ Hello, ഒന്നോ ma'am. രണ്ടോ You got തവണ. 5 more minutes. ഓക്കെ. Why? As നമ്മള് per the schedule. ഓക്കെ, ഇപ്പൊ നമ്മള് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റോ, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്, യോഗട്ട്, അതേപോലെ തന്നെ ഇപ്പൊ സാലഡ്സ്, പിന്നെ വിത്തുകൾ, ഇപ്പൊ നട്ട്സ് ഒക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഷുഗറിനെ കുറച്ചും കൂടെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. അതേപോലെ മാക്സിമം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും ജ്യൂസ് ആയിട്ട്, സൂപ്പായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ, ജാം അങ്ങനെയുള്ള രീതിയിലൊന്നും എടുക്കാതെ റോ ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രക്തത്തിലെ ഷുഗറിന്റെ അളവ് ഒരു 200-ന് താഴെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമുക്ക് കുറച്ചെങ്കിലും ഒരു നല്ലതായിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് പാലാണ്. പാലിൽ മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് ഷുഗർ കണ്ടന്റ് കുറവ് തന്നെയാണ് ഉള്ളത്. എന്നിരുന്നാലും പാലിൽ ലക്ടോസ് എന്നുള്ള ഒരു ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് പാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. പാല്, തൈര്, മോര് ഇതൊക്കെ ലോ ഫാറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. സോ നമ്മൾ കൂടുതലും വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുൾ ഫാറ്റ് പാലോ അങ്ങനത്തെ പാലുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക്, സ്മൂത്തീസ് അങ്ങനെയുള്ള രീതിയിൽ എടുക്കാതിരിക്കുക. ഒരു ദിവസത്തിൽ സാധാരണ നമുക്കൊരു 2 സെർവിങ് വരെ പാല് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല. ഏകദേശം 1 കപ്പ് പാലോ തൈരോ മോരോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു സെർവിങ് സൈസ് എന്ന് പറയുന്നത്. സോ 2 സെർവിങ് സൈസ് വരെ നമുക്ക് വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വരുന്നത് ഷുഗർ കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷുഗേഴ്സ് ആണ്. ഈ ഡയറക്റ്റ് ഷുഗേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കേൾക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര കഴിച്ചോട്ടെ, അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ കഴിച്ചോട്ടെ എന്നുള്ളത്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ആയിക്കോട്ടെ, ശർക്കര ആയിക്കോട്ടെ, തേൻ ആയിക്കോട്ടെ, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ഗ്രാം എടുക്കുമ്പോൾ അതിൽ 5 ഗ്രാമും ഷുഗർ തന്നെയാണ്. സോ ഏത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പേഴ്സണലി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു വ്യക്തി പ്രിഫറൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ ഒരു ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് പകരം
2 3 ടീസ്പൂൺ തേൻ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 3 ടീസ്പൂൺ ശർക്കര ചേർക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അയാൾ എപ്പോഴും പഞ്ചസാര കഴിക്കുന്നതായിരിക്കും നല്ലത്. നേരെ മറിച്ച് 1 ഗ്രാം പഞ്ചസാരയ്ക്ക് പകരം 1 ഗ്രാം തേനോ അല്ലെങ്കിൽ 1 ഗ്രാം ശർക്കരയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, തേനിൽ കൂടുതലായിട്ട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ടും ശർക്കരയിൽ കൂടുതൽ നാരുകളാൽ സമ്പന്നമായതും അതേപോലെ തന്നെ മിനറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തേനോ അല്ലെങ്കിൽ ശർക്കരയോ ആണ് നല്ലതെന്ന് പറയും. എപ്പോഴും നമ്മൾ ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്വീറ്റി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒഴിവാക്കുക. ഒരു ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ 1 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർക്കുന്നത് വലിയ കുഴപ്പമില്ല, പക്ഷെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആണ്. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിന്റെ 1/4 ഭാഗമാണ് നമ്മൾക്ക് പ്രോട്ടീൻ പറയുന്നത്. അതായത് ഒരു ഒരു വ്യക്തിന്റെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ 0.8 മുതൽ അതെ 0.8 മുതൽ അതേപോലെ തന്നെ 1.2 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നോർമലി ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ബീഫ്, മട്ടൺ അങ്ങനെയുള്ള റെഡ് മീറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലീൻ മീറ്റോ അല്ലെങ്കിൽ ചെറിയ ഇപ്പൊ ചിക്കൻ അതേപോലെ തന്നെ ഫിഷ് അതൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം നമ്മളൊരു സെർവിങ് സൈസ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കൈപ്പത്തിയോളം എന്നുള്ള രീതിക്കാണ് ഏകദേശം ഒരു 80 ഗ്രാം മുതൽ 118 ഗ്രാം വരെയാണ് ഒരു സെർവിങ് ഓഫ് പ്രോട്ടീൻ പറയുന്നത്. അത് മീൻ ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ. കടല, പയറ്, പരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു സെർവിങ് സൈസ് പറയുന്നത്. ഇപ്പൊ നട്ട്സ് ആൻഡ് സീഡ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെന്നുണ്ടെങ്കിൽ 1 ഔൺസ് അല്ലെങ്കിൽ ഏകദേശം ഒരു 28 ഗ്രാം ആണ് ഒരു സെർവിങ് ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആണ്. നമുക്കറിയാം ഒരാൾ നമ്മളുടെ ഒക്കെ ഭക്ഷണ രീതിയിൽ വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എണ്ണകൾ. പക്ഷെ എണ്ണയുടെ അളവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ കുക്കിംഗ് ഓയിൽസിന് അൺസാച്ചുറേറ്റഡ് ഓയിൽസും അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഓയിൽസും ഉണ്ട്. സാച്ചുറേറ്റഡ് ഓയിൽസ് കൂടുതലും നമ്മളുടെ ബോഡിക്ക് കുറച്ചും കൂടെ വിപത്തുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഓയിൽസ് ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഓയിൽസ്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അത് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അൺസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ഓയിൽസ് അല്ലെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ഓയിൽസ് ആണ് കൂടുതലും നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതിൽ വരുന്നതാണ് ഇപ്പൊ നമ്മൾ സൺഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ. നമുക്ക് ഏത് ഓയിലാണ് എന്നുണ്ടെങ്കിലും മിതമായ അളവിലാണ് കഴിക്കാൻ പാടുള്ളൂ. ഏകദേശം 3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 15 ml എന്നുള്ള രീതിയിലാണ് നമ്മളൊരു റിക്വയർമെന്റ് പറയുന്നത്. മാക്സിമം 15 ml എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതേപോലെ തന്നെ ഓരോ ഓയിൽസിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത്. അപ്പോ ചില ഓയിലിൽ ചില ഫാറ്റി ആസിഡ്സ് ഉണ്ടാവില്ല, ചിലതിലാണെന്നുണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരേ ഓയിൽ തന്നെ കാലങ്ങളോളം യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലില്ലാത്ത ഫാറ്റി ഓയിൽസിന്റെ ഡെഫിഷ്യൻസി നമുക്കുണ്ടാവും. സോ എപ്പോഴും നല്ലത് പല രീതിയിലുള്ള ഓയിൽസ് മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡീപ് ഫ്രൈയിങ് പോലെയുള്ള ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരുന്നത് അല്ലെങ്കിൽ ഒരുപാട് എണ്ണ അടങ്ങിയ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം സ്മോക്കിംഗ് പോയിന്റ് ആണ്. ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടാക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മോക്കിംഗ് പോയിന്റ് എത്തുകയും അതിൽ തന്നെ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുക അല്ലെങ്കിൽ കെമിക്കലുകൾ ഉണ്ടാവുക. അതുമൂലം നമുക്ക് ഓൾറെഡി ടൈം നമ്മളുടെ എക്സ്റ്റെൻഡ് ആരോഗ്യത്തെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ മാം, ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞത് ഏകദേശം ഒരു 3 മീൽസ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് പോലെ തന്നെയാണ് എപ്പോ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ. സോ രാവിലെ, ഉച്ചക്ക്, രാത്രി കഴിക്കുന്നതിന്റെ ദൈർഘ്യം കൂടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇടയിൽ ഷുഗർ താഴ്ന്നു പോവുക. അതുമൂലം നമ്മളുടെ കൗണ്ടർ ഹോർമോൺസ് ആക്റ്റീവ് ആവുകയും നമ്മുടെ ശരീരം ഷുഗറിനെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അളവ് കുറച്ച് തവണകളായിട്ട് കഴിക്കുക എന്നുള്ള രീതി നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്നാക്കിംഗ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എഗ് വൈറ്റ്സ്, അതേപോലെ തന്നെ വെജിറ്റബിൾ ജ്യൂസസോ അല്ലെങ്കിൽ തൈര്, നട്ട്സ്, സാലഡ്സ് പോലെയുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരാളുടെ ഡയറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിന്റെ അളവ്. ഏറ്റവും നല്ലത് സാധാരണ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്.
അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഏത് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുഴപ്പമില്ല. മാക്സിമം ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള വെള്ളങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഏറ്റവും നല്ല ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം, വെജിറ്റബിൾസിന്റെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത രീതിയിലുള്ള നാരങ്ങ വെള്ളം, അതേപോലെ തന്നെ മോരും വെള്ളം, സംഭാരം, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. ദെൻ ഇപ്പൊ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ ഒരു ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യന്റ് എന്തൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ പ്ലേറ്റ് എന്നുള്ള രീതിക്ക് പച്ചക്കറികളും, പ്ലേറ്റിന്റെ നാലിൽ ഒരു ഭാഗം അരി, ഗോതമ്പ്, റാഗി പോലെയുള്ള ഭക്ഷണങ്ങളും, അതേപോലെ തന്നെ ഒരു ഭാഗം പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും എന്നുള്ള രീതിയിലാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഇലക്കറികൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ മാക്സിമം ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ തേങ്ങ അരയ്ക്കുന്നത്, തേങ്ങ വറുത്തരയ്ക്കുന്നത്, ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം അല്ലെങ്കിൽ അന്നജത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുഴുധാന്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ റിഫൈൻഡ് ഫ്ലോർസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഷുഗേഴ്സ്, പഞ്ചസാര, ശർക്കര പോലെയുള്ളത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ഒഴിവാക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീന്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ മുട്ട, മീൻ, ചിക്കൻ പോലെയുള്ള ലീൻ പ്രോട്ടീൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബീഫ്, മട്ടൻ പോലെയുള്ളത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡയബറ്റിസിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭക്ഷണം മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് നടക്കത്തില്ല. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിസിക്കലി ആക്റ്റീവും കൂടെ ആയിരിക്കും. അപ്പോൾ അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ പറയുന്നത് ഒരു ഒരു ദിവസത്തിൽ ഒരാഴ്ചയിൽ ഒരു 150 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മിനിമം നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടി വരും. അത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് രീതിയിലുള്ള മദ്യപാനം അല്ലെങ്കിൽ പുകയില ഉപയോഗം അങ്ങനെയുള്ളതൊക്കെ മാക്സിമം നമ്മളുടെ ഷുഗറിനെ അൺകൺട്രോൾഡ് ആക്കും. ഇതൊപ്പം തന്നെ ആവശ്യത്തിന് ഉറക്കവും ഒരു ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു ജീവിതശൈലി നിയന്ത്രണത്തിൽ ഒരു ഷുഗർ ഉള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദിസ് ഇസ് ഓൾ അബൌട്ട്. താങ്ക് യു, മാം. നന്ദി മാഡം. അത്യന്തം വിവരപ്രദമായ ഒരു സെഷൻ ആയിരുന്നു. ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നവർ അവരുടെ സംശയങ്ങൾ ചോദിക്കാനുള്ളൊരു സമയമാണ്. ദയവായി ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ അതോ നേരിട്ട് വേണമെങ്കിലും ചോദിക്കാം. ഇറ്റ്സ് എ Q&A സെഷൻ. മാം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോ ഓക്കെ. ഒരു 60 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് മസിൽ വേസ്റ്റേജും അതേപോലെ തന്നെ എന്താ പറയാ കൊളസ്ട്രോളും പ്രഷറും ഡയബറ്റീസും കോമ്പിനേഷൻ ആയി വന്നു എന്ന് വെക്കുക. അപ്പൊ അവരുടെ ഓക്കെ. ഈ മസിൽ ഗെയിനായിട്ട് നമ്മളിപ്പോ ഒരു സപ്ലിമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും നല്ലത്? അല്ലെങ്കിൽ നോർമൽ ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻ ഇൻടേക്ക് തന്നെ മതിയായിരിക്കും? ഷുഗർ, പ്രഷർ, ക്വസ്റ്റ്യൻ ഒന്ന് കൊളസ്ട്രോള് റിപ്പീറ്റ് ചെയ്യാവോ? നോർമൽ BMI ആണ്, പക്ഷെ ഈ ഓക്കെ. കോമോബിഡിറ്റീസ് ഒക്കെ ഉണ്ട്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള ഒരു പേഷ്യന്റ് ബട്ട് വാസ്റ്റിംഗ് അല്ലെങ്കിൽ സാർക്കോപ്പീനിയ കാണുന്നുണ്ട്, അതാണ് ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ. ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ കൂടുതലുള്ള രീതിയിൽ ഭക്ഷണം കൊടുക്കുക. അവരുടെ ഏജ് ഗ്രൂപ്പ് എങ്ങനെയാണ് വരുന്നത്? 60+. ഓക്കെ. അവർക്ക് ഓറലി നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ പറഞ്ഞ രീതിയിൽ മീനോ, മുട്ടയോ, ചിക്കനോ പോലെയുള്ള പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കാവുന്നതാണ്. ബട്ട് അതിലേക്കൂടെ നമുക്ക് മീറ്റ് ചെയ്യിക്കാത്ത രീതിയിലാണ് അധികം നമുക്ക് ഇപ്പൊ നോൺ ആയിട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സിന്റെ സഹായം എടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസ് എടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സിലോട്ട് കിടക്കാവുന്നതാണ്. ഓക്കെ. അത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. താങ്ക് യു മാം. You have a question. What is the connection between high potassium foods and sugar level? ഹൈ പൊട്ടാസ്യം ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഡയറക്ട്ലി ഹൈ പൊട്ടാസ്യം ഫുഡ്സും ഷുഗർ ലെവലും തമ്മിൽ ബന്ധമില്ല. പക്ഷെ പലപ്പോഴും കൂടുതൽ ഹൈ പൊട്ടാസ്യം കാണപ്പെടുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഫ്രൂട്ട്സ് ആണ്. സോ മിക്ക ഫ്രൂട്ട്സുകളും ഷുഗർ കണ്ടന്റും അതേപോലെ തന്നെ പൊട്ടാസ്യം കൂടുതൽ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ റാഗി, പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഫ്രൂട്ട്സ് ആണ്, അതേപോലെ തന്നെ റാഗി അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, പക്ഷെ നമ്മൾ നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം റെസ്ട്രിക്ഷൻ വരുന്നത് മിക്ക റീനൽ കേസുകളിൽ അല്ലെങ്കിൽ പൊട്ടാഷ്യം കൂടിയ സാഹചര്യങ്ങളിലാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ഹൈ പൊട്ടാഷ്യം ഫുഡ്സ് ആൻഡ് ബ്ലഡ് ഷുഗർ. ഓക്കെ. വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, മാം ക്യാൻ വി യൂസ് ഷുഗർ ആൾട്ടർനേറ്റീവ്സ് ലൈക്ക് സ്റ്റീവിയ ഫോർ DM പേഷ്യന്റ്, ഈസ് ഇറ്റ് ഹെൽത്തി ചോയ്സ്? ഇസ് ഇറ്റ് ഹെൽത്തി ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ യാതൊരു വിധത്തിലും നമുക്ക് മധുരം കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം stevia അല്ലെങ്കിൽ അസ്പാർട്ടിൻ പോലെയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഏതാണെന്നുണ്ടെങ്കിലും ഇൻ മോഡറേഷൻ എന്നുള്ള രീതിയിലാണ്. പിന്നെ ചില സ്റ്റഡീസ് പറയുന്നത് റെഗുലർ ആയിട്ട് നമ്മൾ സ്റ്റീവിയ അല്ലെങ്കിൽ അസ്പാർട്ടിൻ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് യൂസ് ചെയ്യുന്നു, നമ്മളുടെ ഇൻസുലിൻ ആക്ഷൻസ് റെഡ്യൂസ് ആവുകയും അതുമൂലം നമുക്ക് ഫർദർ ആയിട്ട് ഭാവിയിലോട്ട് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെ അത് കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ മിതമായ അളവിൽ നമുക്ക് അസ്പാർട്ടൈം ആയിക്കോട്ടെ സ്റ്റീവിയ ആയിക്കോട്ടെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്ഥിരം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് കഴിക്കുമ്പോൾ പല രീതിയിലും നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ വി ഗിവ് മില്ലറ്റ്സ് ഇൻ DM പേഷ്യന്റ് വിത്ത് തൈറോയിഡ്? മില്ലറ്റ്സ് തൈറോയിഡിന് നമുക്ക് ആക്ച്വലി തൈറോയിഡിൽ അങ്ങനെ കോൺട്രാഇൻഡിക്കേഷൻസ് ഇല്ല, മില്ലറ്റ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ മില്ലറ്റ്സ് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യമാണ് മില്ലറ്റ്സ് ആൻഡ് ഷുഗർ എന്നുള്ള ടോപ്പിക്കിൽ. കാരണം മില്ലറ്റ്സ് ശരിയായ രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് നമുക്കൊരു പേഷ്യന്റ് വന്നായിരുന്നു, അവന് പറഞ്ഞത് ക്ഷാമ ഷുഗറുകാർക്ക് നല്ലതാണ് എന്നുള്ള രീതിയിലായിരുന്നു. സോ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ രാവിലത്തെ ഭക്ഷണം കഴിക്കും, ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കും, 11 മണിക്ക് ചാമേന്റെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കും, അതേപോലെ തന്നെ രാത്രിയിൽ ചാമേന്റെ കഞ്ഞി ഉണ്ടാക്കി കുടിക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് അരി, ഗോതമ്പ്, റാഗി പോലത്തെ ഭക്ഷണങ്ങളെ മാറ്റിയിട്ട് ശരിയായ രീതിയിൽ ചാമ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മില്ലറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴും മില്ലറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിഡ്ജസ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള കഞ്ഞി എന്നുള്ള രീതിയിൽ എത്തുമ്പോഴത്തേനും അതിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സിൽ ഒരുപാട് ഉയർച്ചയുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുകയും വലിയ രീതിക്ക് ഷുഗർ കൂടും. ഞാൻ പിന്നൊരു സ്ഥലത്ത് കൂടുതലായിട്ട് തേങ്ങ ആഡ് ചെയ്യുക, ശർക്കര ആഡ് ചെയ്യുക, ആ ഒരു രീതിയിൽ കഴിക്കുന്നത് മാം Just we ഓഡിയോ can't hear you. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഭംഗിയായിട്ട് ജസ്നയുടെ ഹെഡ്സെറ്റിൽ പ്രശ്നമാണെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. അതെ, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ സർ? ഇപ്പൊ കേൾക്കാം. കേൾക്കാവോ? ആക്ച്വലി ഇപ്പൊ മില്ലറ്റ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഏത് രീതി മാക്സിമം കഞ്ഞിയായിട്ട് കുറുക്കായിട്ട് കൊടുക്കുന്നത് ഒഴിവാക്ക്. ദോശ, അപ്പം എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം മധുരമുള്ള പ്രിപ്പറേഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുക. അരി, ഗോതമ്പ്, റാഗി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഭക്ഷണത്തിന് മാറ്റിയിട്ട് അതിന് പകരം എന്നുള്ള രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത നമ്മളിപ്പോ 11 മണിക്കോ 4 മണിക്കോ ഒരിക്കലും മില്ലറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റത്തില്ല. Okay, ma'am. Is it Thank you clear? so much. Yeah, it was clear. Thank you so much for your session. ഇനി നമ്മള് ശ്രീപ്രിയ മാമിനെ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ശ്രീപ്രിയ മാം. സോറി, ഓഡിയോ കണക്ഷൻ കുറച്ച് ഇതായിരുന്നു. Yeah, I was mute. Okay. Okay.
I sincerely thank ആദ്യമായിട്ട് നമ്മുടെ താങ്ക് പറയുന്ന കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ ഫോറം ഫോർ ഓർഗനൈസിംഗ് ദിസ് വെബിനാർ അറ്റോൺ. I thank all our members for doing this voluntarily. നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഇതിന്റെ വോളണ്ടറി ആയിട്ട് എടുത്തിട്ട് ഞങ്ങൾ ചെയ്യാം എന്ന് മുന്നെടുത്ത് വരുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ടീം ആയെങ്കിലും എവ്രി വൺ ഐ താങ്ക് പേഴ്സണലി ഫോർ യുവർ ബ്യൂട്ടിഫുൾ വർക്ക്. നമ്മുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായെങ്കിലും വാട്ട് എവർ വർക്ക് ഇസ് ദർ, എവ്രി വൺ കെയിം ഫോർവേഡ്. ഒരു ഇതെനിക്ക് ചെയ്യണോ, ഇതുകൊണ്ട് എന്താണ് എൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിക്കാതെ വേഗം തന്നെ മുന്നെടുത്ത് ചെയ്യുന്നതിന് നന്ദി. സെക്കൻഡ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. ഇതിൽ പബ്ലിക്കും ഉണ്ട് ഡയറ്റീഷ്യൻസും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വിതൗട്ട് യുവർ സപ്പോർട്ട് no program can succeed. So thanks for participating in this event. And I also thank Jasna Jabar, Innatha dietitian. After your day-long work, you sincerely did lot of PPT behind this, and നിങ്ങളുടെ സമയം കൊടുത്ത് ഈ സെഷനിൽ നല്ല കൃത്യമായിട്ട് നടത്തിയതിന് നന്ദി. And thank you Abhirami for the wonderful moderation. You're welcome, Thank ma'am. you everyone. Have a great day. നാളെ വീണ്ടും അടുത്ത സെഷനിൽ നമുക്ക് കാണണ്ടേ. Over to you, Abhi. So that's all about our session. എല്ലാവർക്കും നന്ദിയുണ്ട് ഇന്ന് വന്നതിന്. അതേപോലെ ഇനിയുള്ള എല്ലാ ദിവസവും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഈ പരിപാടി വളരെ ഭംഗിയായി നമ്മൾ 30 ദിവസം കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. So thank you so much. Good night. Everyone can leave now. എനിക്ക് കയറാൻ വളരെ ലേറ്റ് ആയി, കയറാനേ പറ്റിയില്ല. കുറെ നേരം, ഹാഫ് ആൻ അവർ, 8 മണിയായി കയറിയപ്പോൾ.